ശ്യാമേ മാറ് പോ ശ്യാമേ അതെ സാർ. ശ്യാമേ എന്തു പറ്റി? എന്റെ മോള്, എനിക്ക് എന്റെ മോളെ കാണണം. എന്തു പറ്റി? സ്വപ്നം കണ്ട് ഉണർന്നതാ. പനിക്കുന്നുണ്ടല്ലോ, ഡോക്ടറെ അടുത്ത് പോണോ? വേണ്ട. എത്രയോ കാര്യത്തില് പക്വതയോടെ ഇടപെടുന്ന ആളാ. സ്വന്തം കാര്യത്തിൽ അതായിക്കൂടെ? ഉറക്കം കളഞ്ഞും കരഞ്ഞു വിളിച്ചും ആരോഗ്യം നഷ്ടപ്പെടുത്തണ്ട. ഉറങ്ങാൻ നോക്ക്. ഞാൻ കൂടെ ഇരുന്നോളാം. ചത്തുപോയ കൊച്ചിനെയാ നിത്യേന സ്വപ്നം കണ്ട് എഴുന്നേൽക്കുന്നത്. വെറുതെ മനുഷ്യനെ മെനക്കെടുത്താൻ. കണ്ണടച്ചോ? എന്റെ മുമ്പിൽ അഖിൽ സാറുണ്ട്, എന്റെ കുഞ്ഞുണ്ട്, ഞങ്ങളുടെ ദുരന്തമുണ്ട്. എന്നെ കൊണ്ട് പറ്റുന്നില്ല. പറ്റണം. അന്വേഷിച്ച് അവസാനം മോളെ കണ്ടെത്തുമ്പോ അവളെ ഒന്ന് ചേർത്ത് പിടിക്കാനുള്ള ആരോഗ്യം അമ്മയ്ക്കുണ്ടാവണ്ടേ? പനിക്കുന്നുണ്ടല്ലോ, അത് കൂട്ടാൻ നിൽക്കണ്ട. കിടന്നുറങ്ങാൻ നോക്ക്. ഒരുപക്ഷെ ഞാൻ അവളുടെ തൊട്ടടുത്ത് തന്നെയായിരിക്കും നിൽക്കുന്നത്. അതുകൊണ്ടായിരിക്കും ഇങ്ങനെ കൂടെ കൂടെ എനിക്ക്. ഞാനത് നിഷേധിക്കുന്നില്ല. ഒരമ്മയുടെ ഒരു സ്വപ്നങ്ങളും നിഷേധിക്കാൻ പാടില്ല. വാ കിടക്ക്. വാ. എന്താ ഇത്? എന്തൊരു നല്ല പാട്ടാ. ഞാനിത് കേട്ട് പഠിക്കായിരുന്നു. ഭ്രാന്തുണ്ടോ? നിർത്താൻ ശ്രമിച്ചതാടി. പക്ഷേ ആ വരികളും ശ്യാമ മേഡത്തിന്റെ ശബ്ദവും വീണ്ടും വീണ്ടും ഇങ്ങനെ തികട്ടി വരുന്നുണ്ട്. നീ കേട്ടായിരുന്നോ പാട്ട്? ഞാനൊന്നും കേട്ടില്ല. എല്ലാ പാട്ടും ഒരുപോലല്ലോ. കൊള്ളാം.
സംഗീതം പഠിക്കുന്ന നീയാണോ ഇത് പറയുന്നത്? ഈ പാട്ടിന് വല്ലാത്തൊരു ശക്തിയുണ്ട്. നമ്മുടെ മനസ്സിനെ വല്ലാതെ പിടിച്ചടിപ്പിക്കുന്നത് പോലെ, കൊണ്ടുപോയി ഒരമ്മയുടെ ചാരത്ത് നിർത്തും പോലെ. ഇതിനെയാ ഭ്രാന്തെന്ന് പറയുന്നേ. ഓ, കിടന്നുറങ്ങാൻ നോക്ക്. ശബ്ദം കേട്ട് മുത്തശ്ശിയെങ്ങാനും എഴുന്നേറ്റ് വന്നാ പിന്നെ എല്ലാം കഴിയും. പിന്നെ നേരം വെളുക്കുന്നത് വരെ മുത്തശ്ശിയുടെ പാട്ടായിരിക്കും. ഞാൻ പതുക്കെ വെച്ചാണ്. പിന്നെ നീ ശ്യാമ മാഡത്തിനെ ശരിക്കും കണ്ടായിരുന്നു? ഓ, കോളേജിൽ ഏത് സെലിബ്രിറ്റി വന്നാലും ഞങ്ങൾ കാണാനൊന്നും നിൽക്കാറില്ല. ഞങ്ങൾ പുറത്തിറങ്ങി കറങ്ങി നടക്കും. അന്നാ കുറച്ച് സ്വാതന്ത്ര്യം കിട്ടുന്നത്. ഇത്രയും നല്ലൊരു അവസരം കിട്ടിയിട്ട് അതൊക്കെ വെറുതെ കളയല്ലേ? അവരെ കാണാൻ കിട്ടുന്നതിനൊരു ഭാഗ്യല്ലേ? എന്ത് ഭാഗ്യം. ഞാൻ കിടക്കാൻ പോവാ. മുത്തശ്ശി എഴുന്നേറ്റ് വന്ന് കൈയോടെ പിടിച്ചാ ഇത് കൊണ്ടുവന്നത് ഞാനാണെന്ന് പറയണ്ട. ശരി, നീ പോയിക്കോ. ഞാൻ ഇതെന്ന് പഠിച്ചു തീർത്തിട്ടേ ഉള്ളൂ. പിന്നെ നാളെ ഇതിന്റെ പരീക്ഷയല്ലേ? പറയുന്നത് കേട്ടാ അങ്ങനെയാ തോന്നുന്നു. പൊക്കോ പൊക്കോ പോ. നീ ചെല്ല്. കൽപ്പന എന്താ എവിടെ വന്ന് നിൽക്കുന്നേ? അതിനകത്തിരുന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ. എവിടെയെങ്കിലും പോവാൻ വേണ്ടി റെഡിയായതാണോ? അല്ല, കൽപ്പന ഇങ്ങനെ ഒരുങ്ങി നിൽക്കുന്നത് കാണാൻ വല്ലാത്തൊരു ഭംഗിയാ. ഞാൻ എപ്പോഴും ഏട്ടനോട് പറയും, പെൺകുട്ടികളായ കൽപ്പനയെ പോലെ ആവണമെന്ന്. സൗന്ദര്യം കിട്ടിയാൽ മാത്രം പോരല്ലോ, അത് അർഹിക്കുന്ന വിധത്തിൽ സംരക്ഷിക്കാൻ കൂടി അറിയണ്ടേ. കൽപ്പന തെരഞ്ഞെടുക്കുന്ന നിറങ്ങള്, കൽപ്പന തെരഞ്ഞെടുക്കുന്ന ഡ്രസ്സുകള്, ഇതെങ്ങനെയാ പറ്റുന്നതെന്ന് ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്. ജീവിതത്തിന് അങ്ങനെയെങ്കിലും കുറച്ച് നിറം വെപ്പിക്കണമല്ലോ ചെറിയമ്മ. പക്ഷേ ആ നിറം കെടുത്താനാണല്ലോ എല്ലാവരുടെ ഉദ്ദേശം. അനുജന്റെ ഭാര്യയായിട്ട് വന്നു കയറാൻ പോകുന്നവള് ഏതോ പട്ടിക്കാട്ടുകാരിയല്ലേ? എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? എല്ലാവരും കൂടെ തെരഞ്ഞെടുത്തല്ലേ. കാണിക്കേണ്ട മര്യാദ അതല്ലായിരുന്നു. കൽപ്പനയുടെ അനിയത്തിയെ തന്നെ വരുണിനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കണമായിരുന്നു. അങ്ങനെയെങ്കിലും ഒരു പ്രായശ്ചിത്തം നിങ്ങളുടെ കുടുംബത്തോട് കാണിക്കണമായിരുന്നു. ഞാൻ പറഞ്ഞതാ. പക്ഷെ എന്റെ ആഗ്രഹങ്ങൾ അവഗണിക്കുന്നത് ഇവിടെ എല്ലാവർക്കും ഒരു ശീലമായിപ്പോയി. റോഷിനി നല്ല കുട്ടിയാ, വരുണിന് നന്നായിട്ട് ചേരും. എന്താ ചെറിയമ്മയും മോളും കൂടി? ഒന്നുമില്ല, നമ്മൾ നമ്മുടെ കുടുംബക്കാരും തന്നെ സംസാരിക്കായിരുന്നു. വരുണിന്റെ കാര്യേ, വരുണ് ആ നാട്ടിൻപുറത്തുകാരി പെണ്ണിനെ കല്യാണം കഴിക്കാൻ പോകുന്നത് കൽപ്പനയ്ക്ക് ഒട്ടും ഇഷ്ടമല്ല. മോളെ, ഏട്ടനോട് മറുവാക്ക് പറഞ്ഞ് ശീലമില്ലാത്തതുകൊണ്ട് പല കാര്യങ്ങളിലും ചെറിയച്ഛൻ തലയാട്ടുന്നേ ഉള്ളൂ, അല്ലാതെ മനസ്സുണ്ടായിട്ടൊന്നുമല്ല. നീ സൂര്യയ്ക്ക് വേണ്ടി നിന്റെ ജീവിതം ഹോമിക്കുന്നതും ആഗ്രഹങ്ങൾ അടക്കി ജീവിക്കുന്നതും ഏട്ടൻ കാണാതിരുന്നത് തെറ്റാ. എന്റെ ജന്മത്തിന് ഇവിടെ പ്രത്യേകിച്ച് വിലയൊന്നുമില്ലല്ലോ ചെറിയച്ഛ. ആര് പറഞ്ഞു? ഒന്ന് മുറുക്കി പിടിച്ച കണിമംഗലത്തെ നിയന്ത്രിക്കാനുള്ള ചരട് നിന്റെ കയ്യിൽ തന്നെ ഉണ്ടാവും.
നമ്മുടെ അന്തസ്സിന് ചേരാത്ത ഒരുത്തി ഈ പടിക്കെട്ടിനകത്തേക്ക് കയറാൻ പാടില്ല. മോള് കൂടെ നിൽക്കുമെങ്കിൽ ഒന്ന് ഫൈറ്റ് ചെയ്ത് നോക്കാൻ ചെറിയച്ഛൻ തയ്യാറാ. എങ്ങനെങ്കിലും ആ വിവാഹം മുടക്കണം. എന്നിട്ട് വരുണിന്റെ ഭാര്യയായി കൽപ്പനയുടെ അനിയത്തി തന്നെ വരണം. ഞാൻ എന്തിനും തയ്യാറാ, ചെറിയച്ഛൻ മുന്നിൽ നിൽക്കുമെങ്കിൽ. ഇത് മുന്നിൽ നിന്ന് പട നയിക്കേണ്ട കാര്യമല്ല മോളെ, പിന്നിൽ നിന്ന് തന്ത്രങ്ങൾ ഒരുക്കേണ്ട കാര്യം. മോള് തയ്യാറെന്ന് പറഞ്ഞ നിലയ്ക്ക് ഇനി നമുക്ക് ഒന്നിച്ചു നിൽക്കാം. ദേവനാരായണൻ തിരുമേനിയുടെ മകളുമായിട്ടുള്ള ഈ വിവാഹം നമ്മൾ മുടക്കും. പകരം വരുണിന്റെ ഭാര്യയായി നിന്റെ അനുജത്തി വന്ന് കയറുകയും ചെയ്യും. അതെ, കാര്യം കഴിയുമ്പോ ചെറിയച്ഛനെയും ചെറിയമ്മയും മറക്കാതിരുന്നാ മതി. കാര്യം നടന്ന നേരത്തെ പറഞ്ഞില്ലേ, കണിമംഗലത്തെ നിയന്ത്രിക്കുന്നൊരു ചരട്. അതെന്റെ കയ്യിലല്ല, ചെറിയച്ഛന്റെ കയ്യിലായിരിക്കും. കണിമംഗലം മുഴുവൻ. ഒന്നും കിട്ടിയില്ലേ? ഇല്ല ചേച്ചി, എനിക്ക് ശരിക്കും പാടാനൊന്നും അറിയില്ല. അമ്മയ്ക്ക് കണ്ണു കണ്ടൂടാ. ആശുപത്രി പോവാൻ കുറെ കാശ് വേണം. അതിനാ ഞങ്ങൾ ഇങ്ങനെ നടക്കുന്നത്. മോളമ്മ എന്റെ പാട്ടാ. അതിന് മാഡത്തിന്റെ പാട്ട് ഈ നാട്ടിൽ എത്രയോ പേര് പാടുന്നു. അതിന്റെയൊക്കെ പുറകിൽ അന്വേഷിച്ചു പോകാൻ പറ്റുമോ? വെറുതെ നേരം കളയാൻ. ഈ ശബ്ദം ഞാൻ മുമ്പും കേട്ടിട്ടുണ്ട്. ഇത് അത് തന്നെയോ? ആരാണ് പാടുന്നതെന്ന് എനിക്കറിയണം.
വണ്ടി അങ്ങോട്ട് എടുക്കൂ. ശരി മോളെ. മാഡം പറയുന്നൊന്ന് കേക്കോ. എന്തെങ്കിലും ഫംഗ്ഷൻ ആയിരിക്കും. അതിന്റെ ഇടയിലേക്ക് കയറി ചെന്നാ ആകെ ബുദ്ധിമുട്ടായി പോവും. ഒരു ബുദ്ധിമുട്ടുമില്ല. ആ പാട്ട് പാടുന്ന ആളെ എനിക്ക് കണ്ടേ പറ്റുള്ളൂ. വണ്ടി അങ്ങോട്ട് എടുക്കൂ. ഒരുപാട് നന്ദിയുണ്ട് ചേച്ചി. ചേച്ചിക്ക് എന്താ വേണ്ടത്? ചേച്ചിക്ക് ഒന്നും വേണ്ട കേട്ടോ. അമ്മയെ ആശുപത്രിയിൽ കൊണ്ടുപോകാനുള്ള കാശൊക്കെ ആയോ? ആയി ചേച്ചി. എന്നാ പിന്നെ മോൾ അമ്മയും കൂട്ടി പോയിക്കോ. മോളെ ദൈവം അനുഗ്രഹിക്കും. ചെല്ല, അമ്മയും കൂട്ടി പോയിക്കോ. മാഡം വണ്ടി തന്നെ ഇരുന്നോളൂ, ഞാൻ ഡീൽ ചെയ്തോളാം. മോളെ വല്ലതും പറ്റിയോ? സോറി കേട്ടോ മോളെ, അറിയാതെ പറ്റിപ്പോയതാ. മോള് പെട്ടെന്ന് പുറകിലേക്ക് തിരിഞ്ഞതാണ്. അത് ശ്യാമ മേഡം അല്ലേ? അതെ. മൂക്ക് വേദനയുണ്ടോ? ഏയ്, നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെങ്കിൽ ഞങ്ങൾ കൊണ്ടുപോയിക്കോളാം. ഇല്ല, കുഴപ്പമൊന്നുമില്ല. വേദന ഉണ്ടോ കുട്ടി? മാലിന്യ പേഴ്സിങ് എടുത്ത്. മാഡം അത് പറയുന്നത് കേക്ക്. പേഴ്സ് എടുക്ക. മാഡം ഇതിരിക്കട്ടെ. അയ്യോ വേണ്ട ചേച്ചി. വാങ്ങിക്കും മോളെ, വാങ്ങിക്ക. ഇരിക്കട്ടെ. അല്ല മോളെ, ഇവിടെ ഇപ്പൊ ആരാ പാടിയത്? ഒരു ചേച്ചിയാ. ഞങ്ങള് പാടിക്കൊണ്ടിരുന്നപ്പോ വന്ന് പാടിയതാ. ചേച്ചി കാരണം ഞങ്ങൾക്ക് കുറെ കാശ് കിട്ടി. എന്നിട്ടാ ചേച്ചി ഇവിടെ പോയി? അറിഞ്ഞൂടാ. അമ്പലത്തിന് അങ്ങോട്ടാ പോയത്. കുമാരേ, നമുക്ക് അമ്പലത്തിനടുത്തേക്ക് പോവാം. മാഡം എന്തായി കാണിക്കുന്നത്? നമുക്ക് പോണ്ടേ? ക്ഷേത്രത്തിൽ കയറിയിട്ട് പോകുന്നുള്ളൂ. ശരി മോളെ. പാട്ട് പാടിയ കുട്ടിയും ഇവരും ഏകദേശം ഒരുപോലെയല്ലേ ഇരിക്കുന്നത്? ആണെന്ന് തോന്നുന്നു. ആ ഒരാളെ പോലെ 9 പേരുണ്ടെന്നല്ലേ? നീ വാ. ഭഗവാനെ, മനസ്സിൽ നിന്നും പറിച്ചറിയാൻ ശ്രമിക്കുമ്പോ
കൂടുതൽ ശക്തിയോടെ ആ ഓർമ്മകൾ എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുക. എന്റെ മനസ്സിൽ നിന്നും അത് തുടച്ചു നീക്കി തരണേ. വരുണിനെ കുറിച്ച് ഇനി ഒരു ചിന്ത പോലും എനിക്കുണ്ടാവരുതേ.